ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ളതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, 4-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഈ ഭാഗം, അതിൻ്റെ 3-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. അപ്പോൾ അവർക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്, യേശു ക്രിസ്തുവിനോടുമാണ്. നമുക്കിപ്പോൾ കൂട്ടായ്മ ആരോടാ? ആരോടൊക്കെയാണ് നമുക്ക് കൂട്ടായ്മ? ആരോടൊക്കെയാണ് നമ്മൾ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്? ചിലർക്ക് കൂട്ടായ്മ പാസ്റ്ററോട്, ചിലർക്ക് പാസ്റ്ററമ്മയോട്, ചിലർക്ക് പ്രസിഡന്റിനോട്, ചിലർക്ക് സെക്രട്ടറിയോട്, ചിലർക്ക് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റിനോടാണ് കൂട്ടായ്മ. ചില പാസ്റ്റർമാർക്ക്, വിശ്വാസികൾക്ക്, എനിക്കറിയാം, കാശുള്ള അച്ചായന്മാരൊക്കെ. ചിലർക്ക് അസിസ്റ്റന്റിനോട്, ചിലർക്ക് ഖജാൻജിയോട്, കാശുള്ളവനോട്. അത് വലിയൊരു കൂട്ടായ്മ. അവർക്ക് ചക്രം മേടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനും വാങ്ങാനും, കള്ളക്കണക്ക് എഴുതിയിടാനല്ലോ, അങ്ങനൊരു കൂട്ടായ്മ. സ്വത്രം. എൻ്റെ ദൈവമക്കളെ, പെന്തക്കോസ് പ്രസ്ഥാനം ചീഞ്ഞു നാറി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. കൂട്ടായ്മ ബന്ധം പിതാവിനോടും പുത്രനോടും അറ്റുപോയ ഒരു സമൂഹമാണ് നമുക്ക്. ഞാൻ തറപ്പിച്ച് പറയുന്നു, നമുക്ക് പ്രസ്ഥാനം വേണം, കാര്യം വേണം, എല്ലാം ശരിയാണ്. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരിക്കണം. കർത്താവിൻ്റെ ഉപദേശത്തോടായിരിക്കണം നമുക്ക് പ്രമുഖ്യത. കർത്താവിൻ്റെ വചനത്തോടായിരിക്കണം നമുക്ക് പ്രതിപത്തി. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വേണം നമുക്ക് നിൽക്കുവാൻ. പ്രവൃത്തി 20:32 നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആ വചനത്തിൽ നിലനിന്നോണം, വചനത്തിൽ നിലനിന്നോണം, വചനത്തിൽ നിലനിന്നോക്കണം, വചന വ്യവസ്ഥയിൽ നിലനിൽക്കണം. വചന വ്യവസ്ഥ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെ പ്രസംഗം കേൾക്കണം, അല്ലാത്തതൊന്നും കേൾക്കരുത്. കണ്ട ചപ്പും ചവറും കേൾക്കരുത്. പത്രോസാണ് എന്നെ അത് പഠിപ്പിച്ചത്, പൗലോസും പഠിപ്പിച്ചു. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ പ്രസംഗിക്കട്ടെ. ഈ പത്രോസ് എന്ന മഹാൻ പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിലെ സ്തോത്രം, ഒരു കഥാപാത്രം ഉണ്ടല്ലോ, പട്ടാളക്കാരൻ, ശതാധിപൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ശതാധിപൻ പറഞ്ഞത് എന്താ? പത്രോസേ, നീ വന്നത് ഉപകാരം. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളിതാ ദൈവസേനയിൽ എല്ലാവരും കൂടിയിരിക്കുന്നു. പൗലോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയിനകത്ത് വരിക. സത്യവചനത്തെ, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശി എന്ന വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനം അത്രേ. ശരിയായി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവർ കണ്ണുനീരുണ്ടാവും, അനുതാപം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും, ഹൃദയം നുറുങ്ങും. ഞാൻ എൻ്റെ ചില വചനങ്ങൾ ഇടപെടുമ്പോൾ ഞാൻ ദൈവത്തിന് കരയാറുണ്ട്. കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് ഞാൻ കരയും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. വചനത്തിൻ്റെ മുമ്പ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ വിശുദ്ധിയുടെ അത്യുച്ചോടി നിൽക്കുന്ന ആളാണ്. ലോകത്തുള്ള മനുഷ്യരെ പോലെ ഒരു ബലഹീന മനുഷ്യനാണ് ഞാൻ, ലോകത്തുകാരെ പോലെയല്ല. കാരണം നമ്മൾ ആത്മീയരാണെങ്കിലും നമ്മൾ പാപമില്ലെന്ന് പറയാൻ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവന് വേണ്ടി ശുദ്ധീകരിപ്പാൻ്റെ കൂടെ വിശ്വസ്തനും നീതിമാനമാകുന്നു. യാക്കോബ് 3:1 നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു. തെറ്റൊക്കെ വരാം, കുറ്റങ്ങൾ വരാം, മടങ്ങി വരിക, കം ബാക്ക് ദ അപ്പോസ്റ്റൽ ഡോക്ട്രീൻസ്, ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക. പരാജയപ്പെട്ടു പോയ, തോറ്റുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. എന്നിട്ട് പറ, മടങ്ങി വരുത്തണമേ, എന്നെ മടക്കി വരുത്തണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കേ. ഇസ്രായേൽ തെറ്റിപ്പോയപ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ അവർ വിലപിച്ചു, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ. എനിക്കത് ഭയങ്കര ഇഷ്ടമായ ആ വാക്യം. ഞാനത് നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം തരണമേ. അവർക്ക് മനസ്സിലായി അവർ തെറ്റിപ്പോവുകയാണെന്ന്. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി അവർ തെറ്റിപ്പോവുകയാണെന്ന്.
അവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ മടക്കി വരുത്തണമേ. പെന്തക്കോസുകാരെ, നേരെ ചൊവ്വേ പോവുകയാണെന്ന് പറഞ്ഞ് തരികിട കാണിച്ചു പോകുന്നവരെ, നേരെ ചൊവ്വേ പോകുന്നവർക്ക് ഇത് ബാധകമല്ല ഈ ദൂത്. നേരെ ചൊവ്വന്ന് പോകുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. തരികിട കാണിച്ച് പോകുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ മടങ്ങി വരിക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരിക, ഉപദേശത്തിലേക്ക് മടങ്ങി വരിക. യഹോവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളല്ല, അവരാ. അബ്രഹാമിൻ്റെ, ഇസാഖിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന പാപമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് യഹൂദന്മാരുടെ രീതിയാണ്. നമ്മളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിച്ചത് കർത്താവിനെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചല്ലോ കർത്താവ്. സ്വർഗസ്ഥനായ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത്രയും കേട്ടിട്ടും തുമ്പും വെളിവില്ലാത്ത ഒത്തിരി പേരുണ്ട് ആത്മീയ കോളത്തിൽ. പിന്നെയും പോവുക അബ്രഹാമിൻ്റെ, ഇസാഖിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ. എടാ, അബ്രഹാമിൻ്റെ, ഇസാഖിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിച്ചപ്പോൾ നിന്നെ ദഹിപ്പിച്ച് കളയും ദൈവം. ദഹിപ്പിച്ച ചരിത്രം ഉണ്ടോ? ഉണ്ടെന്നേ. ലേവ്യ പുസ്തകം എടുത്താട്ടെ, പുറപ്പാട്, ലേവ്യ 10-ാം അധ്യായം എടുത്താട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പുസ്തകം കൂടി കയ്യിൽ വെച്ചിട്ട് വേണം ഈ ഉപദേശം കേൾക്കാം. അപ്പോൾ ഓരോ വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ എടുത്ത് പഠിക്കുകയും ധരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. 10-ാം അധ്യായം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ഇന്നത്തെ ആത്മീയ ഗോളം എന്ന് പറഞ്ഞ ഈ ഗോളത്തിൽ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെന്ന് പറയുന്ന ഈ കൊച്ചു കുട്ടികൾ, ഭൂശാന്താടി വെച്ചവനൊക്കെ, ഈ ജഡീകന്മാർ, ഈ ലോകസ്നേഹികൾ, ഈ ദ്രവ്യാഗ്രഹികൾ, ഈ ദുരുപദേശികൾ, ഊതിയിടുന്നവർ, ഉന്തിയിടുന്നവർ, കൊരപ്പിക്കുന്നവർ, ചിരിപ്പിക്കുന്നവർ, ഇവരൊക്കെ അന്യാഗ്നി കത്തിച്ചു കൊണ്ടിരിക്കുക. ആ അന്യാഗ്നിയുടെ ഇടയിൽ പോയി വീണ നീയും വെന്തുപോകും. എനിക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്നു പറയാൻ. പാസ്റ്റർ അഹരോന്റെ പുത്രന്മാരാ. അത് കഴിഞ്ഞപ്പോൾ ഏവർ 10:1-2 ഞാനിപ്പോൾ വായിച്ചു. ഇനി 16 വായിക്കട്ടെ, പേടിക്കല്ലേ. പല പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുൻപിൽ എല്ലാ സമയത്തും വരരുത് എന്നവനോട് പറയണം. ആ ഗുണം പിടിക്കാത്തവനോട് പറയണം. പ്രമാണം വാങ്ങാൻ പോയപ്പോൾ ഒരല്പസമയം ലീഡർഷിപ്പ് അഹരോന് കിട്ടി. 3000 എണ്ണത്തെ കുട്ടിച്ചോറാക്കി കൊന്നു കൊലവിളി നടത്തി അഹരോൻ. ഇന്ന് അനേക ശുശ്രൂഷകന്മാർ ആത്മാവിൽ ജനത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ വചനത്തിൻ്റെ പ്രാവചനികമായി ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അധിഷ്ഠിതരായി ദൈവമക്കളെ വളർത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്താതെ നിങ്ങൾ ഈ മോചന പ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അവരെ നശിപ്പിച്ച് കളയുകയാണെന്ന് പറയുന്നതിൽ ഒരു പാപവുമില്ല. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ മോചന പ്രമാണത്തിലേക്ക് പോകണ്ട. മോശയുടെ കാലത്തുള്ള പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനം മുഴുവൻ അവർക്ക് വേണ്ടിയുള്ളതാ. അവർ നല്ല പ്രവാചകനുണ്ടായിരുന്നു, കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാരാണ് കൂടുതൽ. ഒരു നല്ല പ്രവാചകൻ പ്രവചിച്ച പ്രവചനം പേരങ്ങ് മറന്നുപോയി പെട്ടെന്ന്. പുള്ളി പ്രവചിച്ചു, രാജാവേ നീ പോകും തിരിച്ചു വരികയില്ല, നീ പോകും തിരിച്ചു വരികയില്ല, നീ പോകും തിരിച്ചു വരികയില്ല. ആ ഒരു പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്. 450 പ്രവാചകന്മാർ നീ പോകും, നീ തിരിച്ചു വരും, നീ പോകും തിരിച്ചു വരും, കൊട്ടാരത്തിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങി, പ്രസൻറ്റേഷനൊക്കെ വാങ്ങി, നല്ല 1-ാം തരം കവറൊക്കെ കിട്ടിച്ചൊക്കെ വീട്ടിൽ പോയി. മീഖ്യാവെന്നാണെന്ന് തോന്നുന്നു ആ പ്രവാചകൻ്റെ പേര്. നമുക്ക് ക്ഷമിക്കണേ. മീഖ്യാവ് പറഞ്ഞ പ്രവചനം, ആ പേര് തെറ്റിയെങ്കിൽ എന്നോട് ക്ഷമിച്ചോണേ, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒടി കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞ പ്രവചനം, നീ പോകും നീ തിരിച്ചു വരികയില്ല. ചെവിക്കുറ്റി നോക്കി അടിച്ചവൻ്റെ ശാഖപദാർത്ഥം കൊടുത്തു, അതായത് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭക്ഷണം. മറ്റവന് കോഴിയിറച്ചിയും
ബിരിയാണിയും പിന്നെ പിസ്തയും പിന്നെ കുഴിമന്തിയും പിന്നെ ഏറ്റവും വലിയ ഫുഡൊക്കെ കൊടുത്ത് ആ പ്രവാചകന്മാരെ രാജാവ് യാത്ര അയച്ചു. പോകാൻ നേരത്ത് എന്ത് സന്തോഷമായിരുന്നറിയോ ഈ കള്ളന്മാർക്ക്. മുഖത്തൊക്കെ സന്തോഷം. കാരണം ബിരിയാണിയൊക്കെ തിന്ന് മാട്ടിറച്ചിയും കോഴിയിറച്ചിയൊക്കെ തിന്ന് നല്ല തോത്രാഴ്ചയും കിട്ടി മേടിച്ചുകൊണ്ട് ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത്. ഈ പാവം പിടിച്ചവനെ പിടിച്ചു ഇരുട്ടറയിൽ കൊണ്ടിടുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? മീഖിയാവ് പറഞ്ഞ പ്രവചനം എങ്ങനെ സംഭവിച്ചു? പ്രവചനം നിറവേറി. നീ പോകും, രാജാവ് പടയിൽ കയറി യുദ്ധം ചെയ്തു, വസനം അമ്പയേറ്റു, എനിക്ക് മുറിവേറ്റിരിക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു പുറത്തേക്ക്. ആ യഥാർത്ഥ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിറവേറി. ഇതാ ഒരു പ്രവചനം ഒരു സാധു സഹോദരൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനവും ഭക്തിത്വവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ, അന്യതാ ഉപദേശത്തിന് കീഴ്പ്പെട്ടാൽ നിങ്ങൾക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തില്ല. ഇതൊരു പ്രവചനമാണ്. യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനം ഭക്തിത്വ ഉപദേശം ആദ്യം അപ്പോസ്തലന്മാരായ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായവർ തരുന്ന ഉപദേശങ്ങളാണ്. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന ഉപദേശം അതാണ് പുതിയ നിയമസഭയുടെ പ്രമാണം. അതനുസരിക്കാത്തവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല. ഇതൊരു പ്രവചനമാണ് ഏറ്റെടുത്തത്. ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പം 3-ാം വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടായാലും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതും. അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്നത്? ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഈ വചനം കേൾക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അപ്പൊ ഈ വ്യവസ്ഥ പ്രകാരം നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. പിതാവിനോടും പുത്രനോടും കൂട്ടായ്മ ഉണ്ടാകുമ്പോഴേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അവർ പറയുന്ന ഉപദേശം കേട്ട് അനുസരിക്കുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ആ സന്തോഷമാണ് എന്ത് സന്തോഷം? ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം. യോനയുടെ സന്തോഷം തണല്, ആ സൂര്യതാപം ഏൽക്കാതെ ഒരു തണല് കിട്ടി എന്നുള്ളതാണ് യോനയുടെ സന്തോഷം. എന്നാൽ ഇവിടുത്തെ സന്തോഷം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. യഥാർത്ഥ സന്തോഷം പരിശുദ്ധാത്മാവിലാണ് നമുക്ക് കിട്ടുന്നത്. എത്ര പ്രശ്നം വന്ന് നമ്മളെ മൂടുന്ന അവസ്ഥകൾ വന്നാലും ഒരല്പസമയം ഇരുന്ന് ആത്മാവിൽ ആരാധിച്ച് നോക്കിയേ. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഉള്ളങ്ങളിൽ ആ സന്തോഷം പകർന്നിരിക്കുന്നു. റോമർ 5-ാം അധ്യായത്തിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് പെന്തോക്കോസ്ത് സമൂഹമേ നമുക്ക് വേണ്ടത്. ലോകത്തിലെ സന്തോഷമല്ല. സീരിയൽ കാണുമ്പോൾ, പൊട്ടത്തരങ്ങൾ കാണുമ്പോൾ, ലോകത്തിൻ്റെ ചപ്പും ചവറും കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവർ കിടന്ന് കൊക്കൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ല നമുക്ക് വേണ്ടത്. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അത് പ്രാപിച്ച എത്ര പേരുണ്ട്? സന്തോഷിപ്പിൻ ഞാൻ പിന്നെയും പറയുന്നുവെന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന സന്തോഷം അതാണ്. ക്രിസ്തുവിലുള്ള സന്തോഷം, ആത്മാവിലുള്ള സന്തോഷം. അനേക പാസ്റ്റർമാർക്കില്ല, വിശ്വാസികൾക്കില്ല, ക്രൈസ്തവ സമൂഹത്തിനില്ല. ജഡിക സന്തോഷത്തിൽ ആറാടുകയാണ് കിടന്ന് പലരും. എനിക്ക് നന്നായിട്ട് അറിയാതുകൊണ്ട് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ വരവായി കാഹളം ധരിക്കാൻ നേരമായി. അവർ പറയുന്ന ഉപദേശത്തിന് കീഴ്പ്പെടാൻ പറ്റുമോ? കണ്ടും കേട്ടുമുള്ളത് നിങ്ങളുടെ കൂട്ടായ്മയോട് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും എൻ്റെ പുത്രനോടും ആകുന്നു. അപ്പം നമുക്കും അവരോട് കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന ഉപദേശമായിട്ടുള്ളൊരു കൂട്ടായ്മ, അപ്പോസ്തലൻ പറയുന്ന ഉപദേശമായിട്ടുള്ളൊരു കൂട്ടായ്മ, ആ ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു കൂട്ടായ്മ, ആ ഉപദേശത്തിൽ നിലനിന്ന് ജീവിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മ, പരസ്പരം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകില്ല. ഒരു സന്തോഷവും കാണത്തില്ല. ജഡീക സന്തോഷമാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാർ വിശ്വാസികൾ സന്തോഷിക്കുന്നത് ജഡത്തിലാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലോ സമാപിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വിവരിക്കുക, പലരുടെയും തുടക്കം നന്നായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരുടെയും തുടക്കം നന്നായിരുന്നു. ഇന്ത്യയുടെ അപ്പോസ്തലനായ കെപ്റ്റി യോഹന്നാന്റെ തുടക്കം നന്നായിരുന്നു. ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി.
താറാവിൻ്റെ പുറകെ നടന്ന് താറാവ് മുട്ട വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കഞ്ഞി കുടിച്ച് എൻ്റെ കൂടെയുള്ളൊരു വാത്സല്യ സഹോദരൻ പറഞ്ഞു, താറാവിൻ്റെ പുറകെ നടന്നെങ്കിൽ പുള്ളി സ്വർഗരാജ്യത്തിലെത്തിയെന്നെ. മരിക്കാൻ നേരത്ത് അംശവടിയും പാമ്പിനും കുഞ്ഞും പാമ്പിനെയും കയ്യിൽ പിടിച്ച് ചുമന്ന പട്ടുവസ്ത്രവും ധരിച്ച് ഈ കോലത്തിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്വർഗത്ത് പോകും? നമ്മൾ വിധിക്കുകയല്ല ദൈവമക്കളെ, ഒന്ന് വിലയിരുത്തുക ചെയ്യുന്ന ആ വിഷയത്തെ. സമ്പന്നന്മാർക്ക് ദൈവരാജ്യം കിട്ടാൻ സാധ്യത കുറവെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാനല്ലേ കർത്താവ് പറഞ്ഞത്? നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോസ്തലന്മാരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നു, പിതാവിനോടും പുത്രനോടും ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ സന്തോഷം പൂർണ്ണമാകത്തില്ല. കുറിച്ചിട്ടോ വേദപുസ്തകത്തിൽ അവർ പറയുന്നത് ഞാൻ എടുത്തു പറയാൻ ചെയ്തു. എനിക്ക് എൻ്റെതായ ഒന്നും പറയാനില്ല. എനിക്ക് പ്രസംഗമായിട്ട് നിങ്ങളോടൊന്നും പറയാനില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഐ സെക്കൻഡ്, ഞാൻ എടുത്തു പറയുക. അതാ പ്രസംഗം. ഇന്ന് പലരും അവരവരുടെ സ്വന്തം പ്രസംഗം ഉണ്ടാക്കുക, എഴുതി ഉണ്ടാക്കുക. ഈ വചനങ്ങൾ എഴുതി വെച്ച് പ്രസംഗിക്കുക, ഓക്കെ, കുഴപ്പമില്ല. ഈ സ്വന്തം കാര്യങ്ങൾ, തത്വജ്ഞാനം, ഒരു വഞ്ചനയും തത്വജ്ഞാനം പ്രസംഗിച്ചോണ്ട്. ഹല്ലേലൂയ. ഇനി അടുത്ത എൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരും. ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും വീട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്നു. ദൈവം വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അവസാനം കർത്താവ് തിരിഞ്ഞു എന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. ഇത് രണ്ട് സംഭവിക്കുന്നുണ്ടോ? ദൈവമക്കൾ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവരാണോ? അപ്പോസ്തലന്മാർ 12 പേര് വെളിച്ചം കൊടുത്തു. അവർ ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ 5 വൻകരകളിലും അവർ കടന്നുപോയി ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി മാറി. അങ്ങനെയല്ലേ ക്രിസ്ത്യാനിറ്റി ഉടലെടുക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ക്രിസ്ത്യാനിയല്ലേ? ഗുണമില്ലാത്തവരാണ് എന്നുള്ളത് മറുവശം. എന്നാൽ പക്ഷെ കർത്താവിൻ്റെ പ്രകാശധാരകളായതുകൊണ്ടല്ലേ ക്രിസ്ത്യാനിത്യം ലോകത്തിൽ പടർന്നു പന്തലിച്ചത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. ഇന്നിപ്പോൾ നമുക്ക് ആ ആത്മീയ വെളിച്ചം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ? നമ്മൾ തോൽവിയടഞ്ഞില്ലേ? നമ്മൾ ഛർദ്ദിച്ചതൊക്കെ പലതും തിന്നുകൊണ്ടിരിക്കുന്നവരല്ലേ? എന്നാ വെളിച്ചം കൊടുക്കാനാ നമ്മളെ കൊണ്ട്? ഛർദ്ദൽ തിന്നുന്നവന് എന്നാ വെളിച്ചം കൊടുക്കാനാ? അർത്ഥം, വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും പല രീതികളും നമ്മൾ തിരിച്ചെടുത്തില്ലേ? ആഭരണം വേണ്ടെന്ന് വെച്ച് സ്വത്രം വലിച്ചെറിഞ്ഞ് കളഞ്ഞവർ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എല്ലാം വലിച്ചിടാൻ തുടങ്ങി. പ്രതാപമുള്ള ജീവിതം വേണ്ടെന്ന് വെച്ചൊരു പ്രതാപമുള്ള ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പന്മാര് 4 ചുമരിൽ 2 മുറിയും 3 മുറിയും ഒക്കെ വെച്ച് ഒരു മുറി അടുക്കളയിൽ കിടന്നവരൊക്കെ 16 മുറിയായി, 26 മുറിയായി, 56 മുറിയായി. 50,000 വീട് വെച്ചവര് 11 കോടി രൂപ വീട് വയ്ക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ തന്ന മാതൃകൾ കൈവിട്ടു പോയില്ലേ? പിതാക്കന്മാർ തന്ന ഉപദേശം നമ്മൾ കൈവിട്ട് കളഞ്ഞില്ലേ? പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ പിതാക്കന്മാരായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ പ്രസംഗിച്ചു വെച്ച വ്യവസ്ഥകൾ കൈവിട്ട് കളഞ്ഞില്ലേ? ഇന്ന് അതൊക്കെ വിട്ട് ദുരുപദേശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സായിപ്പന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ കണ്ടിട്ട് അതിവിടെ വന്ന് ചെയ്യുകയല്ലേ? കാല് വലിച്ചു കിട്ടുക, കൈ വലിച്ചു കിട്ടുക, ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, തുള്ളിച്ചാടിപ്പിക്കുക. ഹല്ലേലൂയ. പൈസ പിടുങ്ങാനുള്ള സകല സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? സായിപ്പ് ഒരുപക്ഷെ ചെയ്തത് അതിനായിരിക്കത്തില്ല. നമ്മുടെ ഇന്ത്യൻ സായിപ്പന്മാർ ചെയ്യുന്നത് കാശുണ്ടാക്കല. അവർക്ക് ഹെലിപ്പാഡ് ഇറങ്ങണം മുകളിൽ. അവർക്ക് ക്യാൻസർ വന്നാൽ വിദേശ രാജ്യത്ത് പോയി ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ചികിത്സിക്കണം. അതിന് കാശ് വേണം. പണ്ട് 7 രൂപ 50 പൈസ കിട്ടിയ സ്വത്രാഴ്ച കിട്ടിയ സ്ഥാനത്ത് ഇന്ന് 7 മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക എന്ന ഒരു ഭക്തൻ പറഞ്ഞത്. ഇതൊക്കെ പറയാൻ നാണമില്ലേ? ഇവർക്ക് ലജ്ജയില്ലേ? ഹല്ലേലൂയ.
2026 പിറന്നു വീണിരിക്കുക നമ്മുടെ മുമ്പിൽ. 4-ാം ദിവസമാണിത് പ്രസംഗിക്കുന്നത്. നമ്മൾ വെളിച്ചമായി നിൽക്കേണ്ടവരാ, ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടവരാ. അതാ ഇവിടെ പറയുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അപ്പം നമുക്കും വെളിച്ചം, നമ്മളും വെളിച്ചമായിരിക്കണമെന്നതിൻ്റെ അർത്ഥം. അവരോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ചെയ്താൽ, കൂടെ എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഇരുട്ടിലുള്ളവരായാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 2-ന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കുക, ഇതിനോടനുബന്ധിച്ച വാക്യം. പ്രിയമുള്ളവരെ, അതിൻ്റെ 7 മുതൽ, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതലുള്ള നിങ്ങൾക്ക് പഴയ കൽപ്പന എത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആ പഴയ കൽപ്പനയോ നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യം വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവരെല്ലാം ഇരുട്ടിലിരിക്കുന്നു. ആരും സഹോദരന്മാരെ പകയ്ക്കരുത്. കൂട്ടായ്മ ഒരു പക്ഷേ ഉണ്ടില്ലെന്ന് വന്നാലും പകയ്ക്കാൻ പാടില്ല. പക വന്നാൽ എന്ത് സംഭവിക്കും? ഇരുട്ടിലായിപ്പോകും. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവരോ ഇരുട്ടിൽ വസിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കേട്ടോ, 1 യോഹന്നാൻ 2-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യം നന്നായിട്ട് വായിച്ച് പഠിച്ചോളണം. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിലിരിക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നാം വെളിച്ചത്തിലിരിക്കണം, വെളിച്ചത്തിൻ്റെ മക്കളാകണം. ഇത് പറയുമ്പോൾ എഫ്-എസ് ലേഖനത്തിൻ്റെ ശക്തമായൊരു ഭാഗം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എഫ്-എസ് ലേഖനം ഹല്ലേലൂയ. എഫ്-എസ് ലേഖനത്തിൻ്റെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ന്റെ 8 മുതൽ വായിക്കുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാടിയൊരു പാട്ടുണ്ട്, തമസോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ മൃത്യോർമ അമൃതം ഗമയ. തമസ്, ഞങ്ങൾ ഇരുട്ടിൽ വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇരുട്ടിൽ കിടക്കുകയാണ്, നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ദൈവമേ, ഞങ്ങൾ അസത്യത്തിൽ കിടക്കുകയാണ്, നിങ്ങൾ സത്യത്തിലേക്ക് കൊണ്ടുവരണമേ. ദൈവമേ, ഞങ്ങൾ മരണകരമായ അവസ്ഥയിൽ കിടക്കുകയാണ്, ഞങ്ങൾ ജീവനിലേക്ക് കൊണ്ടുവരണമേ. കർത്താവാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സുവിശേഷത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ജീവനാകുന്നു, ജീവനും പുനരുത്ഥാനവുമാകുന്നു. ആർഷഭാരതത്തിലെ മുനിമാർ പ്രാർത്ഥിച്ച് 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 ചിതൽപുറ്റുകളായെന്നാണ് ചരിത്രം. അതിൻ്റെ മറുപടി സത്യവേദ പുസ്തകത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവം. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അസത്യത്തിൽ നടക്കുന്നു, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇരുട്ടിൽ കിടക്കുന്നു. അതിന് മറുപടി കർത്താവല്ലേ പറഞ്ഞത്. എത്ര മനോഹരം! ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക സമസ്ത സുഖനോ ഭവന്ത്, അവരുടെ ഒരു ശ്ലോകമാണ്. ഈ ദിവസങ്ങളത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷമായി കേട്ടപ്പോൾ തന്നെ. ഹിന്ദുക്കളുടെ ആപ്തവാക്യമാണ്. മറ്റുള്ളവരെ കൊന്നുമുടിക്കുന്നതല്ല, ക്രിസ്ത്യാനിയുടെ പള്ളി തല്ലിപ്പൊളിക്കുന്നതല്ല, പെന്തക്കോസ്തുവിൻ്റെ ആരാധനാലയം കയറി ആക്രമിക്കുന്നതല്ല. ഭവനോ സുഗന്ധ സമസ്ത സുഖനോ ഭവന്ത്. ലോക സമസ്ത സുഖനോ ഭവന്ത്. സമസ്ത ലോകത്തിലുള്ളവർക്കും നന്മ വരട്ടെ, സമാധാനം വരട്ടെ. വല്ലവൻ്റെയും പള്ളി പൊളിച്ച വല്ലവൻ്റെ പള്ളയ്ക്ക് കത്ത് കയറ്റിയിട്ട് എന്നാ സമാധാനം വരാനാ? ഇതൊക്കെ ചെയ്യുന്നവർക്ക് ആ ഹൈന്ദവ മതഗ്രന്ഥങ്ങളുടെ ആ കാച്ചിക്കുറുക്കിയ തത്വസംഹിത അവർക്ക് മനസ്സിലാവുമോ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തത്വം അറിയാമോ? കമ്മ്യൂണിസം, സമത്വം, ഈക്വാലിറ്റി. കാശുള്ളവനെ അമേരിക്കയിലും യൂറോപ്പിലും ചികിത്സിക്കാൻ വിടുക, കാശില്ലാത്തവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് തട്ടുക. എന്ത് സമത്വം! രാജിവെച്ച് പുറത്തു പോട്ടെ അവരൊക്കെ. അല്ല, തൂമ്പ എടുത്തുകൊണ്ട് കിളയ്ക്കാൻ പോട്ടെ. ഒരു തത്വം, അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന് വിലസുന്നവരല്ലേ പൊളിറ്റിക്സ്. അത് തന്നെയല്ലേ മതപണ്ഡിതന്മാരും. ചോരക്കറ കാണാത്ത ഭക്തന്മാരാണോ ഇന്ന് പല മതങ്ങളിലുള്ളവർ? അവർക്ക് രക്തം കാണണം, ചുമന്ന രക്തം കാണണം. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാനവർ. അതാ കർത്താവുമായിട്ടുള്ള ബന്ധം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്താ? യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ
എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ അവൻ്റെ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞ വചനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഹൈന്ദവ ആചാരന്മാർക്കറിയാം, ഇസ്ലാം പണ്ഡിതന്മാർക്ക് പലർക്കും അറിയാം, ഇതര ജാതി മതസ്ഥരായ പല മേലാളന്മാർക്കും അറിയാം. അവരുടെ അണികൾക്കത് പറഞ്ഞു കൊടുക്കാനോ അവരെ ഗ്രഹിപ്പിക്കാനോ അവർക്ക് കഴിയുന്നില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് സ്തോത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ അണികൾ വിളിച്ചു പറയുന്നു. ഏതായി ദൈവം? യേശു ക്രിസ്തു, പിതാവ്, അതാ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വെള്ളേപ്പി നടേശന് ഒരു പ്രസ്താവന ഇറക്കി. ഞാനത് പറയുന്നതിൽ ദൈവമക്കൾ ക്ഷമിക്കുക. അവരുടെ പ്രസ്താവന പറയുന്നത് തെറ്റാണ്. പെന്തക്കോസ്തുകാർ കാശ് കൊടുത്താണ് ഈ അന്യമതസ്ഥരെ അവരുടെ മതത്തിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. വേറൊരു പ്രസ്താവന ഒരു പാസ്റ്റർ പറഞ്ഞത്, വെള്ളാപ്പി നടേശൻ സാറേ, നിങ്ങളുടെ സഹോദരി ഭർത്താക്കന്മാർ അവരുടെ ഏറ്റവും ക്ലോസ് റിലേഷനായിട്ടുള്ള അനേകര് പെന്തക്കോസ്തുകാരാണത്രേ. അപ്പം അവരെ കാശ് കൊടുത്ത് ആകരാക്കിയത്. അവരെല്ലാം കാശുകാരാണല്ലോ, അവരെ കാശ് കൊടുത്താക്കിയത്. ഈ പറയുന്ന പ്രസ്താവന പറയുമ്പോൾ അത് 1-2 വട്ടം ചിന്തിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ തിരിച്ചടി കിട്ടും, ഇതുപോലെയൊക്കെയുള്ള തിരിച്ചടി കിട്ടും. ഹല്ലേലൂയ. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം നമ്മൾ വെളിച്ചത്തിലുള്ളവരായിരിക്കണം. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്കുല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രയേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. 14-ാം വാക്യം 5:14 എഫേസ്യർ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. പെന്തക്കോസ്തമോ ഉറങ്ങിക്കിടക്കുക, സടകുടഞ്ഞെഴുന്നേൽക്ക്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആത്മീക ജീവൻ ലഭിച്ച പെന്തക്കോസ്ത് സമൂഹം ആത്മീകമായി ചത്തുകിടക്കുന്ന ലോക മനുഷ്യരുടെ ഇടയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്ക്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ. നീ കർത്താവിൻ്റെ ഒരു പ്രകാശധാരയായി തീരട്ടെ. നീ ക്രിസ്തുവിനെ ഉപ്പുപോലെ രുചിക്കുന്ന ഒരു അനുഭവം നിന്നിൽ നിന്നുണ്ടാകട്ടെ. നീ മറ്റുള്ളവർക്ക് ഒരു രുചിയായിരിക്കട്ടെ. നീ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാനായിട്ട് പോകുകയാണ്. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോട്ടെ. ലേഖനത്തിലേക്ക് വരട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിലെ പഠനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത എൻ്റെ 8-ാം വാക്യം. നമുക്ക് പാപമില്ലാതെ നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യമാക്കുന്നു, അവൻ്റെ വചനം നമ്മളില്ലാതെയായി. ഒരിക്കലും ഒരു പാസ്റ്റർ, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു ശുശ്രൂഷകൻ, പ്രസിഡന്റോ സെക്രട്ടറിയോ ഏത് മഹാനോ ആയിക്കൊള്ളട്ടെ, നമ്മളാരും തികഞ്ഞവരാണെന്നും നമ്മളാരും ഒരു തെറ്റും ചെയ്യാത്തവരാണെന്നൊന്നും ആരും പറയരുത്. ഒരു ബലഹീന വിശ്വാസിയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. ആത്മാവിൻ്റെ രക്ഷയാണ് കർത്താവ് നൽകി തന്നത്. ജഡം ഇപ്പോഴും ഈ പാപലോകത്തിരിക്കുക. പാപലോകം എന്ന് പറയുമ്പോൾ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. ഇത് ദുഷ്ടലോകമാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാ. ഈ ലോകത്തിലെ ദൈവം സാത്താനാ. അതുകൊണ്ട് ലോകത്തോട് ഇടകലരുന്നത് സൂക്ഷിച്ചു വേണം. കട പറിച്ചു കളയോവൻ. ഈ ലോകത്തിന് രണ്ടുപരാകരുതെന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാര്യം അതാ. ഈ ലോകം സാത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ ലീഡർഷിപ്പ് സാത്താൻ്റെ കയ്യിലാണ്. ആദാമും ഹവ്വയും കൂടി ഏൽപ്പിച്ചു കൊടുത്തതാ. അത് തിരിച്ചു പിടിക്കാനാണ് കർത്താവ് വരുന്നത്. ദൈവം തൻ്റെ സഭയെ ചേർത്തതിന് ശേഷം ഈ സുവിശേഷ വിരോധികളെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയവരെ എല്ലാം എതിർ ക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ ഏൽപ്പിക്കും.
മരണം കൊതിക്കുകയും മരണത്തിന് ദാഹിക്കുകയും ചെയ്ത കാലം അപ്പോൾ വരും. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ഹോട വചനത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദേശത്തിന്മേൽ അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് നമ്മൾ ആരും വിശുദ്ധന്മാരാണെന്നും തെറ്റുകാരാണെന്നൊന്നും അല്ല, തെറ്റാത്തവരാണെന്നും ആരും പറയരുത്. ഞാൻ സത്യമായിട്ട് പറയുന്നു, എന്നിൽ തെറ്റുകുറ്റങ്ങൾ വരാറുണ്ട്, ബലികൾ വരാറുണ്ട്. അതാത് സമയങ്ങളിൽ ദൈവത്തോട് നിറകണ്ണുകളോടെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പോവുക. അതാണ് റോമർ 6. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പാപം ചെയ്യുമ്പോൾ പ്ലസ് ലജ്ജ ആത്മമരണം. നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം നിത്യജീവൻ. റോമർ 6 ഒരു പ്രയോഗമായത്. ഞങ്ങളുടെ ദൈവവചനം പഠിപ്പിക്കുക ദൈവദാസൻ പ്രസംഗിച്ച ഞാൻ വേറെ ആരും പ്രസംഗിച്ചത് കേട്ടിട്ടില്ല. റോമർ 6 അധ്യായം ആരും കൃത്യമായിട്ട് പഠിപ്പിക്കാറില്ല. ആ വചന വെളിപ്പാട് ഭയങ്കരമാണ്. നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം കിട്ടും, വിശുദ്ധീകരണം. അതിൻ്റെ അവസാനമാണ് നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? പാപം വിട്ടൊടിഞ്ഞ് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൻ്റെ അന്തമായ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, നമ്മൾ പലരും തെറ്റിപ്പോകുന്നു. തെറ്റി അങ്ങോട്ട് ആ വഴി പോകുകയല്ല ചെയ്യേണ്ടത്, മടങ്ങി വരിക. ബാക്ക് ടു ഡോക്ട്രിൻ, ബാക്ക് ടു ഉപദേശം. ഡോക്ട്രിൻ, ഉപദേശത്തിലേക്ക് വരിക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരിക, പഥ്യവചനത്തിലേക്ക് വരിക, പഥ്യോപദേശത്തിലേക്ക് വരിക. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, കർത്താവെ, ഞാൻ ബലഹീനനായിപ്പോയി. ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ആ ദൈവകൃപയിലേക്ക്, ആ പ്രാഗൽഭ്യത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുവാനിടയായിത്തീരും. എന്തുകൊണ്ടും യോഹന്നാൻ്റെ ഈ ലേഖനത്തിൻ്റെ പഠനം എന്നെ വളരെ സന്തോഷിപ്പിക്കാനിടയായി. എനിക്ക് വളരെ സന്തോഷം തന്നെ. ഞാനിത് പല പ്രാവശ്യം പണ്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വചന വെളിപ്പാടുകൂടി പ്രസംഗിച്ചത് അത് ഓരോ ഭാഗം. ഇപ്പോൾ യോഹന്നാൻ്റെ ഈ ലേഖനം തന്നെ വാട്സപ്പിൽ അല്ലെ യൂട്യൂബിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അതിൽ കിട്ടും, ഈ പ്രസംഗം കിട്ടാറുണ്ട്. എന്നാൽ അന്ന് പ്രസംഗിച്ച പോലെ അല്ല ഇന്ന് പ്രസംഗിച്ചേക്കുന്നത്. വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഏറെ ഇതിൽ തന്നിരിക്കുക. ഇതിൻ്റെ പൊരുളുകൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, നോക്കിയത് എന്തിനാണ് അറിയിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ കൂട്ടായ്മ ക്രിസ്തുവിനോടാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും കൂട്ടായ്മ ക്രിസ്തുവിനോടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാണ്. അപ്പോസ്തലന്മാർ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണങ്ങൾ അവർ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും. മറുവ മലയിൽ വെച്ച് യോഹന്നാൻ, യാക്കോബ്, പത്രോസ് യേശുവിനെ കണ്ടു, രൂപാന്തര ശരീരം കണ്ടു, തേജോമനായ കർത്താവിനെ കണ്ടു, ശുഭ്രവസ്ത്രധാരിയായ യേശുവിനെ കണ്ടു. കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, എന്താ നമുക്കൊരു കുടിലുണ്ടാക്കാം, ഇവിടെ ഇരിക്കാം, ഇനി എങ്ങും പോകണ്ട, അവിടെ തന്നെ ഇരിക്കാം. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരിക്കാം. യെസ്, ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. നാം അവൻ്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. കർത്താവിൻ്റെ മുഖം കണ്ട് കർത്താവിനെ ആരാധിച്ച് ആ സന്തോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുന്ന അനുഭവം വരാൻ പോവുകയാണ്. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മറുവിളിയില്ലാത്ത, മരണമില്ലാത്ത ആ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ പോയി ആ നിത്യത നഷ്ടപ്പെടുത്തരുതെന്ന് 2026 പ്രാരംഭ ദിനങ്ങളിൽ ഞാൻ കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുക. അനീതിയുള്ള മാമോനെ സേവിക്കരുത്. അനീതിയുള്ള മാമോൻ ധനമാണ്. ധനത്തിൻ്റെ പിറകെ പോയി നിത്യത നഷ്ടപ്പെടുത്തരുത്. ലോകസുഖത്തിൻ്റെ പിറകെ പോയി നിശ്ചിത നഷ്ടപ്പെടുത്തരുത്. ദ്രവ്യാഗ്രഹത്തിൻ്റെ പിറകെ പോയി നിത്യത നഷ്ടപ്പെടുത്തരുത്. കസേരയുടെ പിറകെ പോയി നിശ്ചിത നഷ്ടപ്പെടുത്തരുത്. കഷ്ടങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്ത് നിത്യത പ്രാപിക്കണമെന്നുള്ള ആ ഉപദേശത്തെ തേജോവധം ചെയ്തിരിക്കുകയാണ് ഇന്ന്. നോ, ഇടുക്കുവാതിലൂടെ മാത്രമേ ദൈവരാജ്യത്തേക്ക് ചെല്ലാൻ പറ്റൂ. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 1 അധ്യായത്തിൻ്റെ പഠനം എനിക്ക് വളരെ സന്തോഷമായി. കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത് സന്തോഷമായി തീരട്ടെ. അതിൽ ശാസനകളും തർജ്ജനകളും എല്ലാം ഉണ്ട്. അത് ആത്മീകമായി മടങ്ങി വരവിന് വേണ്ടിയാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാനാണ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകാനാണ്, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകാനാണ്. അങ്ങനെയാകുമ്പോഴേ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ചേർക്കപ്പെടുകയുള്ളൂ. അതിനായിട്ട് കർത്താവ് നമ്മെ ഈ വചനത്തിലൂടെ, ഈ പ്രബോധനങ്ങളിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വിവരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, 2026 ആദ്യ മാസം ആദ്യ ദിനങ്ങളിൽ ഈ 4-ാം തീയതി ഞായറാഴ്ച ഹൗസ് ചർച്ചായി, വീട്ടിലെ സഭയായി കൂടി വരുവാൻ ഞങ്ങൾക്ക് ചുരുക്കം പേർക്കായിക്കിടയായ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന വിലയേറിയ ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം, ഈ ഉപനിധിക്കായി സ്തോത്രം. ഇത് കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങുവാൻ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഈ പിശാചിൻ്റെ ഭരണസീമയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ ഈ വചനങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരമായി ഭവിക്കട്ടെ. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. സർവമഹത്വവും അങ്ങേക്ക് തരുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് മരണത്തെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം, കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇന്ന് പിൽക്കാലം പ്രസ്താവിക്കപ്പെട്ട ദൈവജനത്തോടും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോടും കർത്താവിൻ്റെ വരവരെ നിങ്ങളെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.